CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ വോട്ടർ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ വളരെ കൂളായി ആളുകളോട് ഇൻഡയറക്ട്ലി അവതരിപ്പിക്കാൻ പറ്റും. അൻവർ ഇല്ലേട്ടാ നമ്മുടെ ഒപ്പമാണ്, കുഴപ്പമില്ല എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, അവതരിപ്പിക്കാൻ പറ്റി. മനസ്സിലായ? അല്ലെങ്കിൽ അൻവർ ഇപ്പൊ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ കാഷ്വൽ ആയിട്ടുള്ള കമന്റുകളായിട്ട് എന്ത് ചെയ്യാം, പറയാൻ പറ്റി. പിന്നെ അൻവർ ഒരു ക്ലാരിറ്റി ഇല്ല, അൻവർ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അൻവർ ഇന്ന് കോൺഗ്രസ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ പടർത്താനൊക്കെ ഇത് വളരെയധികം സഹായിച്ചു. ആ സഹായിച്ചതിന്റെ ബലത്തിലാണ് ഒരു 6-7% വോട്ടുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടത്. ആ 6-7% വോട്ടുകൾ തീർച്ചയായിട്ടും അൻവറിന് കിട്ടേണ്ടിയിരുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെയും അതുപോലെ കോൺഗ്രസിൽ നിന്ന് വേണമെങ്കിൽ അടർന്നു വരാവുന്ന വോട്ടുകളൊക്കെ തന്നെ കൃത്യമായി കോൺഗ്രസിനകത്തേക്ക് തന്നെ പിടിച്ചു വെക്കാൻ പറ്റി. പക്ഷേ CPM-ലെ ഒരു 10,000-15,000 വോട്ടുകൾ CPM-ൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അപ്പൊ മുഴുവൻ ആളുകളിലേക്കൊന്നും ഇത് എത്തിയില്ലെങ്കിലും ഇത് മഹാഭൂരിപക്ഷം വരുന്ന നിലമ്പൂരിലെ സാധാരണക്കാരിലേക്ക് എത്തി.